ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 2 മിഡീവിയൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗുരു നാനക് ലവ് ആൻഡ് ബ്രദർഹുഡ്. അപ്പോൾ ഇവിടുന്നാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഗുരു നാനക് ലവ് ആൻഡ് ബ്രദർഹുഡ്. വൺസ് ഗുരു നാനക് ആൻഡ് ബായ് മർദാന കം ടു റെസ്റ്റ് അറ്റ് സാജൻ തഗ് ഇൻ. He had a habit of robbing those who stayed there. Knowing this, Guru Nanak did not want to rest for the night. Instead, they started singing Shabad, prayer songs composed by Guru Nanak. അപ്പോൾ എന്താണ് പറയുന്നത്? ഒരിക്കൽ ഗുരു നാനക്കും അതുപോലെ തന്നെ ബായ് മർദാനയും കൂടിയിട്ട് എവിടെ എത്തി? റെസ്റ്റ് അറ്റ് സാജൻസ് തഗ് ഇൻ. എവിടെയാണ്? സാജൻ തഗിൻ്റെ സത്രത്തിൽ വിശ്രമിക്കാനായിട്ട് അവിടെ എത്തി. ഓക്കെ. ഹി ഹാഡ് എ ഹാബിറ്റ് ഓഫ് റോബിങ് ദോസ് ഹു സ്റ്റേഡ് ദർ. അപ്പോൾ എന്താണ്? അവിടെ താമസിക്കുന്ന ആൾക്കാരെ സാധനങ്ങൾ ഇങ്ങനെ മോഷ്ടിക്കുന്ന ഒരു സ്വഭാവം അയാൾക്ക് ഉണ്ടായിരുന്നു. നോയിങ് ദസ് ഗുരു നാനക് ഡിഡ് നോട്ട് വാണ്ട് ടു റെസ്റ്റ് ഫോർ ദ നൈറ്റ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഗുരു നാനക്കിന് ഗുരു നാനക്ക് ആ രാത്രി അവിടെ തങ്ങാനായിട്ട് തയ്യാറായി. Instead, they started singing Shabad, prayer songs composed by Guru Nanak. അപ്പോൾ ഇതിന് പകരം ഇവർ എന്ത് ചെയ്തു? ഗുരു നാനക്ക് കമ്പോസ് ചെയ്തിട്ടുള്ള ഷബാദ് എന്ന് പറയുന്ന പ്രയർ സോങ് ചൊല്ലാനായിട്ട് തുടങ്ങി. The recital meant it was unjust to loot others' wealth. Sergeant Tag realized his mistake when he listened to the lyrics of the song. അപ്പോൾ എന്താണ്? അപ്പോൾ ഇതിൽ ഈ സോങ്ങിൽ പറയുന്ന ലൈൻ ഏതായിരുന്നു? ഈ മറ്റുള്ളവരുടെ പണം വെൽത്ത് ഒന്നും മോഷ്ടിക്കരുത് എന്ന ലൈനായിരുന്നു പറയുണ്ടായിരുന്നത്. ഓക്കെ. ഇവിടെ എടുത്ത് the recital Sergeant Tag realized his mistake when he listened to the lyrics of the song. അപ്പോൾ ഈ സാജന് ഇതിൻ്റെ പോമിൻ്റെ ലിറിക്സ് ഇങ്ങനെ കേട്ടപ്പോൾ എന്താണ്? ഈ സാജൻ്റെ മിസ്റ്റേക്ക് മനസ്സിലായി. ഗുരു നാനക് അഡ്വൈസ്ഡ് ഹിം ടു ഗീവ് ബാക്ക് ഓൾ ദ സ്റ്റോളൻ വെൽത്ത് ടു ദ പുവർ ആൻഡ് ടു ലിവ് ഹോണസ്റ്റ്ലി. അപ്പോൾ ഗുരു നാനക് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനെ മോഷ്ടിച്ച പണമെല്ലാം വെൽത്ത് എല്ലാം പാവങ്ങൾക്ക് കൊടുത്തിട്ട് സത്യസന്ധമായിട്ട് ജീവിക്കാൻ അയാളോട് ഗുരു നാനക് പറഞ്ഞു. ദെൻ ഓൺ സാജൻ ബിഗേൻ എ ലൈഫ് ഹെൽപ്പിംഗ് ദോസ് ഹു വിസിറ്റഡ് ഹിസ് ഇൻ. അപ്പോൾ എന്താണ്? പിന്നെ ഈ സജ്ജൻ്റെ എവിടെയാണ് തഗ്ഗിൽക്ക് വരുന്നവരിനൊക്കെ എന്തായിരുന്നു? അവരെയൊക്കെ സഹായിച്ച് ബാക്കിയുള്ള വെൽത്തൊക്കെ പാവങ്ങൾക്ക് കൊടുത്തിട്ട് അദ്ദേഹം ജീവിക്കാനായിട്ട് തുടങ്ങി. വാട്ട് ഐഡിയാസ് ഡിഡ് യു ഗെറ്റ് ഫ്രം ദ സ്റ്റോറി? അപ്പോൾ ഈ സ്റ്റോറിയിൽ നിന്ന് ഈ ഗുരു നാനക്കിൻ്റെയും അതുപോലെ തന്നെ ബായ് മർദാനയുടെയും ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഐഡിയയാണ് കിട്ടുന്നത്? അപ്പോൾ എന്തൊക്കെ ഐഡിയാസാണ്? ലീവ് ഹോണസ്റ്റ്ലി, സത്യസന്ധമായിട്ട് ജീവിക്കുക. അൺജസ്റ്റ് ലൂട്ട് അതേഴ്സ് വെൽത്ത്. അപ്പോൾ മറ്റുള്ളവരുടെ സമ്പത്ത് ലൂട്ട് ചെയ്യുക, മോഷ്ടിക്കുക എന്ന് പറഞ്ഞത് അൺജസ്റ്റിസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹെൽപ്പ് ദ പുവർ, പാവപ്പെട്ടവരെ സഹായിക്കുക. Guru Nanak was born in 15th century in the village of Talwandi, now in Pakistan, in Sheikhpura, Punjab. അപ്പോൾ ഗുരു നാനക്ക് ജനിച്ചത് എവിടെയാണ്? ഗുരു നാനക്ക് 15ാം സെഞ്ച്വറിയിൽ തൽവണ്ടി എന്ന് പറയുന്ന വില്ലേജിൽ, ഇപ്പോൾ പാകിസ്ഥാനിലാണ്, ഷേഖ്പുര എന്ന് പറയുന്ന സ്ഥലത്ത്, പഞ്ചാബിലാണ് ഗുരു നാനക്ക് ജനിച്ചു. ഓക്കെ. ഗുരു നാനക് അറ്റംപ്റ്റഡ് ടു ഹാർമോണൈസ് ദ ഐഡിയാസ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയസ്. അപ്പോൾ എന്താണ്? ഈ ഒരുപാട് റിലീജിയൻസിൻ്റെ ഐഡിയാസ് സമന്വയിപ്പിക്കാനായിട്ട് ഈ ഗുരു നാനക് ശ്രമിച്ചു. ഓക്കെ. He traveled within and outside India to propagate his thoughts. അപ്പോൾ ഈ ഗുരു നാനക്കിൻ്റെ ചിന്തകൾ, തോട്ട്സ് പ്രചരിപ്പിക്കാനായിട്ട് ഗുരു നാനക് എന്ത് ചെയ്തു? ഒരുപാട് ഇന്ത്യക്ക് പുറത്തും അകത്തുമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ട്രാവൽ ചെയ്തത്? ഈ ഗുരു നാനക്കിൻ്റെ ഐഡിയാസ് മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമായിട്ട് ഒരുപാട് ട്രാവൽ ചെയ്തു. Guru Nanak was against the meaningless religious and rituals. അപ്പോൾ എന്തായിരുന്നു? ഒരർത്ഥമില്ലാത്ത
ഈ റിലീജിയസ് റിച്വൽസിനൊക്കെ എതിരായിരുന്നു ഗുരു നാനക്ക്. ഹി അറ്റംപ്റ്റഡ് ടു പ്രൊപ്പഗേറ്റ് ദ മെസ്സേജ് ഓഫ് വൺ ഗോഡ്. അപ്പോൾ എന്താണ്, ഏകദൈവം എന്ന മെസ്സേജ് ആയിരുന്നു ഗുരു നാനക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തത്. ഹി പ്രൊമോട്ടഡ് ദ ഐഡിയാൽസ് ഓഫ് ഇക്വാലിറ്റി, ബ്രദർഹുഡ്, ലവ്, ഗോഡ്നെസ് ആൻഡ് റിലീജിയസ് ടോളറൻസ്. അപ്പോൾ ഈ ഐഡിയാസിനൊക്കെ പ്രൊമോട്ട് ചെയ്തു. എന്തൊക്കെയാണ്? ഇക്വാലിറ്റി എല്ലാവരും ഒരേപോലെ, ബ്രദർഹുഡ് സഹോദരം, ലവ്, ഗോഡ്നെസ് ആൻഡ് റിലീജിയസ് ടോളറൻസ്. അപ്പോൾ ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്തു. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഐഡോളാർട്ടി, pilgrimage etc. was rejected by him. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജാതി വിവേചനം. അപ്പോൾ ജാതി വിവേചനം, അതുപോലെ തന്നെ ഐഡോളാർട്ടി, പിൽഗ്രിമേജ് എന്ന് പറഞ്ഞാൽ തീർത്ഥാടനം, ഐഡോളാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? വിഗ്രഹാരാധന. അപ്പോൾ ഇതിനൊക്കെ എതിരായിരുന്നു. ഇതൊക്കെ റിജക്റ്റ് ചെയ്തു ആര്? ഗുരു നാനക്. ഓക്കെ. Economic inequality was questioned and people were encouraged to abstain from using intoxicants. അപ്പോൾ എന്താണ്? സാമ്പത്തിക അസമത്വം, അതായത് എക്കണോമിക് ഇനിക്വാലിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്തു. അതുപോലെ തന്നെ യൂസിങ് ഇൻടോക്സിക്കൻസ്, ലഹരിയൊക്കെ യൂസ് ചെയ്യുന്നതിനെ മിക്കതും തടുത്തു. ഓക്കെ. ഹി എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ലങ്കാർ ഓർ കമ്മ്യൂണിറ്റി കിച്ചൺ വെർ ഓൾ കാസ്റ്റ് ഓഫ് പീപ്പിൾ കുഡ് ഈറ്റ് ഈച്ച് അതർ. എന്താണ്? പൊതു അടുക്കള, അതാണ് കമ്മ്യൂണിറ്റി കിച്ചൺ. പൊതു അടുക്കള, അതായത് എല്ലാവരും കൂടി ഒരുമിച്ച് പൊതു അടുക്കള എന്ന രീതിയിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി അതിനു വേണ്ടി പ്രവർത്തിച്ചു. ഓക്കെ. ഹിസ് ഐഡിയാസ് ലേറ്റർ പാവ്ഡ് ദ വേ ഫോർ ദ ഫോർമേഷൻ ഓഫ് സിക്കിസം. അപ്പോൾ എന്താണ്? അപ്പോൾ ഈ ഗുരു നാനക്കിൻ്റെ ഇത്തരം ഐഡിയാസാണ് എന്തിനെ ലീഡ് ചെയ്തത്? ഈ സിക്കിസം എന്ന് പറയുന്ന സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിന് വഴി തെളിയിച്ചത്. ഓക്കെ. അപ്പോൾ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്? The mural of Guru Nanak at the Baba Atal Gurudwara in Amritsar. Okay. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കി നോക്കാം. In short, the social and religious activity of Kabir and Guru Nanak ushered in the period of cultural harmony in medieval India. അപ്പോൾ എന്താണ്? കബീറിൻ്റെയും അതുപോലെ തന്നെ ഗുരു നാനക്കിൻ്റെയും സാമൂഹികവും മതപരവുമായ പ്രവർത്തനങ്ങൾ എന്തിന് തുടക്കം കുറിച്ചു? മധ്യകാല ഇന്ത്യയിൽ, അതായത് മിഡീവിയൽ ഇന്ത്യയിൽ സംസ്കാര സമന്വയത്തിന് തുടക്കം കുറിച്ചു. ഓക്കെ. അപ്പോൾ ആരുടെ പ്രവർത്തനങ്ങളാണ്? കബീറിൻ്റെയും ഗുരു നാനക്കിൻ്റെയും. ഓക്കെ. ഇനി അടിയിൽ എന്താ? എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ്. അപ്പോൾ അത് കൂട്ടുകാർ വായിച്ചു നോക്കുക. വുമൺ ആൻഡ് ഭക്തി മൂവ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഭക്തി മൂവ്മെൻറ്റിൽ വുമൻ്റെ ഇൻവോൾവ്മെൻറ്റ്സ് എന്തൊക്കെയെന്ന് നോക്കി നോക്കാം. വുമൻ വെർ ലെസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് ഇൻ ദ മിഡീവിയൽ സൊസൈറ്റി. അപ്പോൾ മിഡീവിയൽ സൊസൈറ്റി മധ്യകാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? വിമന് ആവശ്യമായ റെസ്പെക്റ്റോ പരിഗണനയോ ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കണ്ടീഷൻസ് റിമൈൻഡഡ് ദ സെയിം ഇൻ റിലേഷൻസ് ഓഫ് ഫ്രീഡം ഓഫ് വേർഷിപ്പ്. അപ്പോൾ എന്താണ്? ഫ്രീഡം ഓഫ് വേർഷിപ്പിലും, അതായത് അവരുടെ ആരാധന കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ് many women took to composing and singing hymns and songs to worship the deity of their choice. അപ്പോൾ എന്താണ്? ഭക്തി മൂവ്മെൻറ്റ് വന്നതിലൂടെ ഇവരൊക്കെ എന്താണ്? ഇവർക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തെക്കുറിച്ച് ആരാധിക്കുകയും പിന്നെ അവരെക്കുറിച്ച് കീർത്തനങ്ങളും അതുപോലെ തന്നെ ഗാനങ്ങളും രചിക്കുകയും ചെയ്തു. ഓക്കെ. അപ്പോൾ ഭക്തി മൂവ്മെൻറ്റ് വന്നതോടുകൂടി ഇവർക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളെ ആരാധിക്കാനായിട്ടും ആ ഇഷ്ടപ്പെട്ട ദൈവത്തിനെ കുറിച്ചിട്ടുള്ള കീർത്തനങ്ങൾ രചിക്കാനായിട്ടും തുടങ്ങി. ഓക്കെ. മീരാബായ് വാസ് എ രജ്പുത് പ്രിൻസസ് ഹു ലിവ്ഡ് ഇൻ ചിറ്റോർ, രാജസ്ഥാൻ. അപ്പോൾ എന്താണ്? മീരാബായ് ഒരു പ്രിൻസസ് ആയിരുന്നു, ഒരു രജ്പുത് പ്രിൻസസ് ആയിരുന്നു, രാജസ്ഥാനിലുള്ള ഒരു പ്രിൻസസ് ആയിരുന്നു. ഷി ഗേവ് അപ്പ് ഓൾ ദ വേൾഡ്ലി കംഫർട്ട്സ് ആൻഡ് ഇമേഴ്സ്ഡ് ഹെർസെൽഫ് ഇൻ ഡിവോഷൻ ടു കൃഷ്ണ. അപ്പോൾ എന്താണ്? അപ്പോൾ അതൊരു പ്രിൻസസ് ആയിരുന്നു. അപ്പോൾ ആ പ്രിൻസസ് എന്ത് ചെയ്തു? തൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് എന്താണ്? ഒരു കൃഷ്ണഭക്തയായിട്ട് നിന്നു. കൃഷ്ണഭക്തിയിലും മുഴുകിയിട്ട് അങ്ങനെ ജീവിച്ചു. ഓക്കെ.
കൃഷ്ണ ഭജൻസ് കമ്പോസ്ഡ് ബൈ ദ മീരാബായ് വാസ് വെരി പോപ്പുലർ. എന്നിട്ട് എന്ത് ചെയ്തു, കുറേ കൃഷ്ണ ഭജൻസൊക്കെ രചിച്ചിട്ട് അങ്ങനെ ജീവിച്ചു. അപ്പോൾ ഈ കൃഷ്ണ ഭജനകൾ, ഈ മീരാബായ് രചിച്ചിട്ടുള്ള കൃഷ്ണ ഭജനകൾ നല്ല ഫേമസ് ആണ്. ഓക്കെ, ഈ നെക്സ്റ്റ് ആരാ? കാരയ്ക്കൽ അമ്മയാർ ആൻഡ് അണ്ടാൾ ഫേമസ് ഡിവോട്ടി പോയറ്റ്സ് ഫ്രം തമിഴ്നാട്. അപ്പോൾ തമിഴ്നാടിൽ നിന്നുള്ള ഫേമസ് ഡിവോട്ടി പോയറ്റ്സ്, അതായത് ഭക്തകവികളായിരുന്നു ആരൊക്കെ? കാരയ്ക്കൽ അമ്മയാറും അണ്ടാളും. ദെയർ കമ്പോസിഷൻ എക്സ്പ്രസ്ഡ് ഡീപ് ഡിവോഷൻ ടു ദെയർ ഫേവറേറ്റ് ഡൈറ്റി. അപ്പോൾ എന്താണ്, അവർക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തിനോടുള്ള ആ ഭക്തി അവരുടെ ആ പാട്ടിലും കീർത്തനങ്ങളിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റിയിരുന്നു. ഇനി നെക്സ്റ്റ്, അക്ക മഹാദേവി വാസ് എ പ്രോമിനൻറ്റ് ഫിഗർ ഇൻ ദ വീരശൈവ മൂവ്മെൻറ്റ്. അപ്പോൾ വേറെ അടുത്ത ഒരാളാണ് ആര്? അക്ക മഹാദേവി. She led discussion against the social spiritual oppression in the women faced in those days. അപ്പോൾ ആ കാലഘട്ടത്തിൽ വിമൻ നേരിട്ടിരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അക്ക മഹാദേവി കാണിച്ചു തന്നത്. ഇനി അടുത്തതാണ് ബഹിനാബായ് ആൻഡ് സൊയറാബായ് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് ലാൽഡൻ ഓഫ് കാശ്മീർ ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. അപ്പോൾ ഇവരെ പോലെ തന്നെ ഭക്തി മൂവ്മെൻറ്റിൻ്റെ ഗ്രോത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരാണ് ആര്? ബബിൻബായ്, സോയാറാബായ്. മഹാരാഷ്ട്രയിലുള്ള ബഹിനാബായും അതുപോലെ തന്നെ സോഹറാബായും, ഇനി കാശ്മീരിലുള്ള ലാൽഡഡും. ഓക്കെ, അപ്പോൾ ഇതാണ് ഭക്തി മൂവ്മെൻറ്റിലുള്ള വിമൻ്റെ കോൺട്രിബ്യൂഷൻസ്. ഇനി എന്താ ഇമ്പാക്ട്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്? ഭക്തി മൂലം എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായത്? ദ എയിം ഓഫ് ദ ഭക്തി മൂവ്മെൻറ്റ് വാസ് ഡെഡിക്കേഷൻ ഓഫ് വൺസ് ഫേവറേറ്റ് ഡൈറ്റി ത്രൂ മ്യൂസിക് ആൻഡ് ഡിവോഷൻ. അപ്പോൾ ഈ ഭക്തി മൂവ്മെൻറ്റിൻ്റെ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? തൻ്റെ ഇഷ്ട ദൈവത്തെക്കുറിച്ച് സ്വയം സമർപ്പിക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു ഈ ഭക്തി മൂവ്മെൻറ്റിന് ഉണ്ടായിരുന്നത്. ഹൗ എവർ ലേറ്റർ ദ മൂവ്മെൻറ്റ് വാസ് ഏബിൾ ടു ബ്രിങ് അബൌട്ട് പ്രോഗ്രസീവ് ചേഞ്ചസ് ഇൻ ഇന്ത്യൻസ് സോഷ്യൽ ആൻഡ് റിലീജിയസ് സ്ഫിയർ. അപ്പോൾ ഇന്ത്യയുടെ സോഷ്യലായിട്ടും റിലീജിയസ് ആയിട്ടും ഇത് ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യയിൽ കൊടുന്നു. മോസ്റ്റ് ഓഫ് ദ ഭക്തി പോയറ്റ്സ് ഇൻ ദ ഭക്തി മൂവ്മെൻറ്റ്സ് ഫ്രം so-called marginalized caste groups. അപ്പോൾ എന്താണ് ഈ ഭക്തി മൂവ്മെൻറ്റിൽ ഉണ്ടായിരുന്ന ഭക്തി പോയിറ്റ്സ് കൂടുതലും ഒരു കാസ്റ്റ് ഓഫ് ഗ്രൂപ്പിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു. ദേ ക്വസ്റ്റ്യൻഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് ദ പ്രിവിലേജസ് എൻജോയ്ഡ് ബൈ ദ ബ്രാഹ്മിൻസ്. ആസ് എ റിസൾട്ട് ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ equality began to emerge. Women are allowed to participate in discussions in the അനുഭവ മണ്ഡപം. അപ്പോൾ എന്താണ് ആ സമയത്ത് ബ്രാഹ്മണന്മാർക്കൊക്കെ എന്തായിരുന്നു, പ്രത്യേക ഒരു സ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥാനങ്ങളൊക്കെ എന്താണ് ചോദ്യം ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് ബ്രാഹ്മണന്മാർക്ക് ഇത്ര സ്ഥാനം കൊടുക്കുന്നത്, ബാക്കിയുള്ളവർക്ക് എന്താ കൊടുക്കാത്തതെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഈ സമയത്ത് ഉയർന്നു വന്നു. ഓക്കെ, അപ്പോൾ ഇതുമൂലം എന്തുണ്ടായി? ഇതുമൂലം സാമൂഹിക സമത്വം, അതായത് എല്ലാവരും ഒരുപോലെ എന്നുള്ള ഒരു ഇത് വന്നു. ഓക്കെ, അപ്പോൾ എന്തുണ്ടായി? അപ്പോൾ ഈ അവിടെയുള്ള എല്ലാവരും ഒരുപോലെ എന്ന് വന്നപ്പോൾ അവിടുത്തെ വിമനൊക്കെ എന്ത് ചെയ്തു? വിമനൊക്കെ അവിടെ അനുഭവ മണ്ഡപം എന്നുള്ള ഒരു മണ്ഡപമുണ്ട്. അവിടുത്തെ ഡിസ്കഷൻസിലൊക്കെ വിമനും പങ്കെടുക്കാനായിട്ട് പറ്റി. അപ്പോൾ അതുവരെ എന്തായിരുന്നു? അതുവരെ വിമനൊന്നും പങ്കെടുക്കാൻ കഴിയാത്തതായിരുന്നു. അപ്പോൾ ഇതിലൂടെ എല്ലാവരും ഈക്വലാണ്, എല്ലാവരും ഒരേപോലെയാണെന്ന് പറയുന്നതിലൂടെ വിമന് അനുഭവ മണ്ഡപത്തിലെ ഡിസ്കഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. Their opinions gained recognition and made them think about the idea of equality between men and women. അപ്പോൾ എന്താണ് ഈ വിമൻ്റെ ഐഡിയാസൊക്കെ ഇവർ അംഗീകരിക്കാൻ തുടങ്ങി. അങ്ങനെ മെന്നും വിമനും ഈക്വലാ എന്നുള്ള ഒരു ചിന്തയിലേക്ക് അവരെത്തി. ദ ഭക്തി മൂവ്മെൻറ്റ് വാസ് ഓൾസോ ഏബിൾ ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഓക്യുപ്പേഷൻ. അപ്പോൾ ജോലിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഈ ജനങ്ങളെ പഠിപ്പിക്കാനായിട്ടും ഈ ഭക്തി മൂവ്മെൻറ്റ് സഹായിച്ചു. ഓക്കെ, ഇനി അടുത്തത് എന്താ? അടുത്തത് സൂഫി മൂവ്മെൻ്റ് ആണ്. അടുത്തൊരു പ്രസ്ഥാനമാണ് എന്ത്? സൂഫി മൂവ്മെൻറ്റ്, സൂഫി പ്രസ്ഥാനം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ജലാലുദ്ദീൻ ഖിൽജി, ദ സുൽത്താൻ ഓഫ് ഡൽഹി, റിവീൽ ടു ഡിസൈഡ് ടു അമീർ ഖുസ്രു ടു മീറ്റ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ.
അപ്പം എന്താണ്, ഡൽഹിയിലെ രാജാവായ ജലാലുദ്ദീൻ ഖിൽജി എന്ത് ചെയ്തു, തൻ്റെ ഒരു ആഗ്രഹം ആരോട് പറഞ്ഞു, അമീർ ഖുസ്രുവിനോട് പറഞ്ഞു. അപ്പോൾ എന്തായിരുന്നു ആഗ്രഹം, ഈ ഷേഖ് നിസാമുദ്ദീൻ ഔലിയ എന്നവരെ മീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ജലാലുദ്ദീൻ ഖിൽജി അമീർ ഖുസ്രുവിനോട് പറഞ്ഞു. ദ സുൽത്താൻ ഇൻസിസ്റ്റഡ് ദാറ്റ് ദ മീറ്റിംഗ് ഷുഡ് ബി കീപ് സീക്രറ്റ് ആസ് ഔലിയ വുഡ് റെഫ്യൂസ് ടു മീറ്റ് ഹിം ഇഫ് ഹി കംസ് ടു നോ അബൌട്ട് ഇറ്റ്. ബട്ട് ഖുസ്രു ടോൾഡ് ദിസ് to Auliya. Auliya, who did not like to meet rulers, travel far on the day for the visit. എന്താണ്, ഈ ജലാലുദ്ദീൻ ഖിൽജി ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞെങ്കിലും ഈ ജലാലുദ്ദീൻ ഖിൽജി എന്ത് ചെയ്തു, ഈ കാര്യമൊന്നും ഔലിയ അറിയരുത്, കാരണം അറിഞ്ഞാൽ ഔലിയ സമ്മതിക്കില്ല, അതുകൊണ്ട് അറിയാൻ പാടില്ല എന്ന് ഖുസ്രുവിനോട് പറഞ്ഞു. പക്ഷെ എന്നാൽ എന്തുണ്ടായത്, എന്നാൽ ഖുസ്രു ഈ കാര്യം ആരോട് പറഞ്ഞു, ഔലിയാനോട് പറഞ്ഞു. ഓക്കെ, ഈ ഔലിയാക്കാണെങ്കിലും എങ്ങനെയാണ്, ഈ ഭരണാധികാരികളിൽ അതായത് രാജാക്കന്മാരിനെ ഒന്നും കാണാൻ ഇഷ്ടമല്ല. അപ്പോൾ ഈ സന്ദർശന ദിവസം എന്ത് ചെയ്തു, ഈ സന്ദർശന ദിവസം ഈ ഔലിയ അതായത് നിസാമുദ്ദീൻ ഔലിയ അവിടുന്ന് അപ്പോൾ അവിടെ പോയപ്പോൾ ഈ സുൽത്താനെ എന്ത് ചെയ്തു, സുൽത്താൻ ഈ ഔലിയാനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ സുൽത്താന് ഈ ഖുസ്രുവിനോട് ചൂടായി, എന്നിട്ട് നീ എന്നെ ചതിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ് നമ്മുടെ ഖുസ്രു മറുപടി പറഞ്ഞത്, you are deceiving the sultan, weren't you? Khusru replied, if I deceive the king, only my life in the world will end. എന്താണ്, ഞാൻ ഈ ലോകത്ത് ചതിക്കുകയാണെങ്കിൽ, അതായത് ഡിസീവ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഇവിടുത്തെ ലൈഫ് മാത്രമാണ് അവസാനിക്കുക. പക്ഷെ ഞാൻ എൻ്റെ ഗുരുവിനെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മരണശേഷമുള്ള ലൈഫും നാശാവും എന്നാണ് പറയണത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അടിയിൽ എന്താണെന്ന് ബാക്കി എന്താണെന്ന് നോക്കി നോക്കാം. Sufis were those who accepted bhakti as a means to approach God. അതായത് ദൈവത്തിനോട് അടുക്കാനുള്ള ഒരു മാർഗമായിട്ട് ഇവർ ഭക്തിനെ കണക്കാക്കി. ഓക്കെ, അപ്പോൾ അത്തരം ആൾക്കാരായിരുന്നു സൂഫീസ്. ഓക്കെ, സൂഫി സ്കോളേഴ്സ് thought one of the ways to achieve this was devotional singing. അപ്പോൾ ഈ ദൈവത്തിനെ കുറിച്ചിട്ടുള്ള ആലാപനങ്ങൾ, പാട്ടൊക്കെ ആയിരുന്നു ദൈവത്തിനോട് അടുക്കാനുള്ള മാർഗം എന്നായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. They traveled among the common people and propagated Sufi principles. അപ്പോൾ എന്താണ്, സാധാരണ ജനങ്ങൾക്കിടയിൽ നടന്നിട്ട് ഇവർ സൂഫി പ്രിൻസിപ്പിൾസ് പ്രചരിപ്പിച്ചു. Emphasis was given to the concept of monotheism, fraternity, humanity and devotion to God. അപ്പോൾ ഈ സൂഫിക്കാർ എന്തൊക്കെ ആശയങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്? ഏകദൈവ വിശ്വാസം, അതായത് ഒരു ദൈവത്തെ മാത്രം വിശ്വസിക്കുക. എംഫസൈസ് വാസ് ഗിവൻ ടു ദ കൺസെപ്റ്റ് ഓഫ് മൊണോത്തിസം. ദെൻ ഫ്രറ്റേണിറ്റി, ഹ്യൂമാനിസം ആൻഡ് ഡിവോഷൻ ടു ഗോഡ്, അതായത് സാഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം. അപ്പോൾ ഈ ആശയങ്ങൾക്കൊക്കെ ആയിരുന്നു സൂഫിക്കാർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഓക്കെ, സൂഫിസം എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ്, സോ ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് പോവാം. സ്കോളേഴ്സ് സജസ്റ്റ് ദാറ്റ് ദ വേർഡ് സൂഫിസം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് സൂഫ് മീനിങ് wood or from word safi meaning purity. Sufism is an Islamic devotional movement which originated in സെൻട്രൽ ഏഷ്യ. അപ്പോൾ ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനം, അപ്പോൾ ഈ സൂഫിസം എന്ന് പറഞ്ഞത് ഒരു ഇസ്ലാമിക് ഡിവോഷണൽ മൂവ്മെൻറ്റ്, അതായത് ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമായിരുന്നു സൂഫിസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് രൂപം കൊണ്ടത് എവിടെയാണ്? ഒറിജിനേറ്റഡ് ഇൻ മൂവ്മെൻറ്റ് വിച്ച് ഒറിജിനേറ്റഡ് ഇൻ സെൻട്രൽ ഏഷ്യ. അപ്പോൾ അത് ഉത്ഭവിച്ചത് സെൻട്രൽ ഏഷ്യയിലാണ്. ദ റൂളേഴ്സ് ഹിയർ ബിഗിൻ ടു പേ മോർ അറ്റൻഷൻ ടു വേൾഡ്ലി pleasures like wealth, പവർ ആൻഡ് ലക്ഷൂറിയസ് ലൈഫ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഇവിടെ ഭരിച്ചിരുന്ന ആൾക്കാരൊക്കെ എങ്ങനെയായിരുന്നു? അവർ ഈ ലോകത്തുള്ള സുഖങ്ങൾക്ക്, അതായത് സമ്പത്ത്, പവർ, ലക്ഷൂറിയസ് ലൈഫ്, ഇതിനൊക്കെ ആയിരുന്നു അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്, അതിനൊക്കെയായിരുന്നു അവർ അറ്റൻഷൻ കൊടുത്തിരുന്നത്. ഇറ്റ് വാസ് അഗെയിൻ സച്ച് ട്രെൻഡ്സ് ദാറ്റ് ദ സൂഫി മൂവ്മെൻറ്റ് എമേർജ്ഡ്. അപ്പോൾ പക്ഷേ സൂഫി മൂവ്മെൻറ്റ്, സൂഫിസം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഇതിനെല്ലാം എതിരെയായി സിമ്പിളായിട്ട് ജീവിക്കുന്നവരായിരുന്നു. അപ്പം ഇവരുടെ ഈ ആഡംബര ജീവിതത്തിന് ഒക്കെ എതിരായിരുന്നു സൂഫിസം.
Okay, the Sufi movement reached India by the 12th century CE. അപ്പോൾ ഇന്ത്യയിൽ സൂഫി മൂവ്മെൻറ്റ് റീച്ച് ചെയ്തത് എപ്പോഴാണ്? 12ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. എമംഗ് ദി 12 സൂഫി സെക്ട്സ് നോൺ ആസ് സിൽസിലാസ്, ദ ചിസ്തി ആൻഡ് സുഹ്രവർദി സിൽസിലാസ് റീച്ച്ഡ് ഇന്ത്യ. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 12 സുൽഫി സിൽസ് ഉണ്ടായിരുന്നു. 12 എണ്ണം ഉണ്ടായിരുന്നതും അവരെ പറയുന്ന പേരായിരുന്നു എന്ത്? സിൽസിലാസ്. ഓക്കെ, ഇതിൽ നമ്മുടെ ഇന്ത്യയിലെത്തിയത് ആരൊക്കെയാണ്? ചിസ്തി ആൻഡ് സുഹ്രവതി സിൽസിലാസ്. അപ്പോൾ രണ്ട് സൂഫി സിൽസിലാസ് ആയിരുന്നു നമ്മുടെ ഇന്ത്യയിലെത്തിയത്. ആരൊക്കെയാണ്? ചിസ്തി ആൻഡ് സുഹ്രവർദി. ഓക്കെ, the Sufi masters were the ones who gave importance to spiritual life, abstaining from the luxurious life. അപ്പോൾ എങ്ങനെയായിരുന്നു? അപ്പോൾ ഈ സൂഫിക്കാർ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനത്തെ ആൾക്കാരാണ്? സ്പിരിച്വൽ ലൈഫിന്, അതായത് ആത്മീയ ലൈഫിന് ഒന്നും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇവിടുത്തെ ലക്ഷൂറിയസ് ലൈഫൊക്കെ വേണ്ട എന്ന് വെക്കുന്ന ആൾക്കാരാണ് സൂഫിക്കാർ. ഓക്കെ, ദ സൂഫി മാസ്റ്റേഴ്സ് വാസ് കോൾഡ് പിർ. അപ്പോൾ ഈ സൂഫി മാസ്റ്റേഴ്സിനെ നമ്മൾ പറയുന്ന പിർ. ഓക്കെ, അപ്പോൾ പിർ എന്ന് മാത്രമല്ല ഷേഖ് എന്നും അവർ പറയും. ആൻഡ് ഹിസ് ഫോളോവേഴ്സ് വർ കോൾഡ് മുറീദ്. അപ്പോൾ ഇവരെ പിൻപറ്റുന്ന ഇവരെ ഫോളോവേഴ്സിനെ പറയുന്ന പേരാണ് എന്ത്? മുറീദ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വായിക്കാം. The Gangas were the Sufis reside were the social centers of the time. അപ്പോൾ ഗംഗാസ് എന്ന് പറയുന്ന ആ സ്ഥലത്തായിരുന്നു എന്ത്? ഈ സൂഫിക്കാർ താമസിച്ചിരുന്നത്. അക്കാലത്തെ സാമൂഹിക കേന്ദ്രവും ഈ ഗംഗാസ് ആയിരുന്നു. ഓക്കെ, Qawwali are devotional songs rendered in a special chanting style called Sama in the Sufi centers. അപ്പോൾ ഒരു പ്രത്യേക തരം ഡിവോഷണൽ സോങ്, അതായത് ഭക്തിഗാനമായിരുന്നു ഖവാലീസ് എന്ന് പറയുന്നത്. ദെൻ അത് സമ എന്ന് പറയുന്ന ഒരു സ്റ്റൈലിലായിരുന്നു ഇവർ ആലപിച്ചിരുന്നത്. ഡ്യൂറിങ് ദ സുൽത്താനേറ്റ് ആൻഡ് മുഗൾ പീരീഡ് സൂഫി വർ ഏബിൾ ടു ബ്രിങ് അബൌട്ട് യൂണിറ്റി അമംഗ് ഡിഫറെൻറ്റ് റിലീജിയസ് സെക്ട്സ്. അപ്പോൾ സുൽത്താനേറ്റ് പീരീഡിൽ അതുപോലെ തന്നെ മുഗൾ പീരീഡിലൊക്കെ ഈ സൂഫിസത്തിന് എന്ത് സാധിച്ചു? വാസ് ഏബിൾ ടു ബ്രിങ് അബൌട്ട് യൂണിറ്റി അമംഗ് ഡിഫറെൻറ്റ് റിലീജിയൻസ് തമ്മിൽ ഒരു യൂണിറ്റി ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് ഈ സൂഫിസത്തിന് അല്ലെങ്കിൽ സൂഫിക്കാർക്ക് സാധിച്ചു. ഓക്കെ, major Sufi masters in India and the regions related to them are given below. അപ്പോൾ ഏതൊക്കെയാണ് പ്രൊമിനൻറ്റ് സൂഫി മാസ്റ്റേഴ്സ് ആണ്? ഷിഹാബുദ്ദീൻ സുഹ്രവർദി. അപ്പോൾ അതിൻ്റെ റീജിയൻ ഏതായിരുന്നു? സിൽഹത്തായിരുന്നു. ഇനി നെക്സ്റ്റ് ഷേഖ് നിസാമുദ്ദീൻ ഔലിയ. അപ്പോൾ അതിൻ്റെ റീജിയൻ ഡൽഹി. ദെൻ ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി അജ്മീർ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു പ്രോമിനൻ്റ് ആയിട്ടുള്ള സൂഫി മാസ്റ്റേഴ്സും അവരുടെ റീജിയൻസും. ഇനി അടുത്തത് ഗ്രോത്ത് ഓഫ് വെർണാക്കുലർ ലാംഗ്വേജസ്, അതായത് പ്രാദേശിക ഭാഷകളുടെ ഗ്രോത്ത്, വളർച്ച. ഭക്തി സൂഫി പ്രൊപ്പഗേറ്റേഴ്സ് യൂസ്ഡ് വെർണാക്കുലർ ലാംഗ്വേജസ് ടു സ്പ്രെഡ് ദെയർ ഐഡിയാസ് അമംഗ് കോമൺ പീപ്പിൾ. അപ്പോൾ എന്താ? സാധാരണ ജനങ്ങൾക്കിടയിൽ ഇവർ ഈ സൂഫിസും ഭക്തി മൂവ്മെൻറ്റും ഒക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ സാധാരണ ഭാഷയിൽ, അതായത് അവരുടെ ഭാഷയിൽ, അതായത് പ്രാദേശിക ഭാഷയിലായിരുന്നു ഐഡിയാസൊക്കെ വളർത്തിയിരുന്നത്. ദിസ് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്. അപ്പം ഇത് എന്തിന് കാരണമാക്കി? ഇത് ആ റീജിയണൽ ലാംഗ്വേജസിൻ്റെ ഗ്രോത്തിന് കാരണമാക്കി. മെനി ഡിവോഷണൽ പോംസ് വർ കമ്പോസ്ഡ് ഇൻ ലാംഗ്വേജസ് ലൈക്ക് തമിഴ്, പഞ്ചാബ്, ബംഗാളി, മറാത്തി, തെലുങ്കു, കന്നഡ, മലയാളം എക്സെട്ര. അപ്പോൾ എന്താ? ഒരുപാട് ഡിവോഷണൽ സോങ്സ്, അതായത് ഒരുപാട് ഭക്തി ഗാനങ്ങൾ തമിഴ്, പഞ്ചാബ്, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിലൊക്കെ എഴുതി. ഓക്കെ, മെനി അതർ ലിറ്റററി വർക്ക്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ് വർ ഓൾസോ കമ്പോസ്ഡ്. അപ്പോൾ ഇതിന് പുറമേ ഒരുപാട് വർക്കുകൾ വെർണാക്കുലർ ലാംഗ്വേജസിൽ ചെയ്തു. ഓക്കെ, കമ്പോസ് ചെയ്തു. ഉറുദു, എ കോമ്പിനേഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി,
ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇന്ത്യൻസ് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇന്ത്യൻ കൾച്ചറൽ ഇൻ്റഗ്രേഷൻ്റെ ഒരു എക്സാമ്പിളാണ് എന്ത്, ഉറുദു. അപ്പോൾ ഈ ഉറുദു എന്ന ഭാഷ കമ്പൈൻ ചെയ്തിട്ടുള്ളത് ഏതൊക്കെ ലാംഗ്വേജസ് തമ്മിലാണ്? പേർഷ്യൻ ലാംഗ്വേജും ഹിന്ദി ലാംഗ്വേജും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് പുതിയൊരു ലാംഗ്വേജ് ആയിട്ടുള്ള ഉറുദു നിലവിൽ വന്നത്, ഉറുദു എന്ന ഭാഷ ഉണ്ടായത്. ഓക്കെ, അമീർ ഖുസ്രു വാസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് റൈറ്റേഴ്സ് ഓഫ് ദ ഉറുദു ലാംഗ്വേജ് ഡ്യൂറിങ് ദ പീരീഡ്. അപ്പം ആ സമയത്ത് ഉറുദുവിലെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള റൈറ്റർ ആയിരുന്നു ആര്? അമീർ ഖുസ്രു. ആരാണ്? അമീർ ഖുസ്രു. കബീർസ് ദോഹാസ് എൻറിച്ച്ഡ് ദ ഹിന്ദി ലാംഗ്വേജ്. അപ്പോൾ ഹിന്ദി ലാംഗ്വേജിനെ എൻറിച്ച് ചെയ്തത് എന്താണ്? നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കബീറിൻ്റെ ദോഹകൾ, കബീർസ് ദോഹാസ്. ഓക്കെ, മഹാഭാരതം, രാമായണ ആൻഡ് അതർ വർക്ക്സ് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു വേരിയസ് റീജിയണൽ ലാംഗ്വേജസ്. അപ്പോൾ എന്താണ്? മഹാഭാരത, രാമായണം ഒക്കെ ഒരുപാട് വെവ്വേറെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ദിസ് ലെഡ് ടു ദ റീജനറേഷൻ ഓഫ് ലാംഗ്വേജസ് ആൻഡ് ലിറ്ററേച്ചർ. അപ്പോൾ ഇത് ലാംഗ്വേജസിനും ലിറ്ററേച്ചറിനും ഒരു പുതിയ ഉണർവ് നൽകി, ഒരു ഗ്രോത്ത്, ആ ലാംഗ്വേജിനൊക്കെ ഒരു പുതിയൊരു ഗ്രോത്ത് ഉണ്ടാക്കി. ലാംഗ്വേജിനും അതുപോലെ തന്നെ ലിറ്ററേച്ചറിനും ഒരു ഗ്രോത്ത് ഉണ്ടാക്കി. ഇനി അടുത്തത് എന്താ? മേജർ ലിറ്റററി വർക്ക്സ് ആൻഡ് ഓതേഴ്സ് ഇൻ വെർനാക്കുലർ ലാംഗ്വേജസ്. അപ്പോൾ വെർനാക്കുലർ ലാംഗ്വേജ്, ലിറ്റററി വർക്ക്, ദെൻ ഓതേഴ്സ്. അപ്പോൾ തമിഴാണ്. അപ്പോൾ തമിഴിൻ്റെ വർക്ക് എന്ന് പറയുന്നത് നലയിറ, ദിവ്യപ്രബന്ധം, ദെൻ തിരുമുറൈകൾ. അതിൻ്റെ ഓതേഴ്സ് ആരൊക്കെയാണ്? അൽവാസും നയനാഴ്സും. ഇനി നെക്സ്റ്റ് എന്താണ്? കന്നഡ വജനാസാണ്. വജനാസ് ബസവണ്ണ, അക്ക മഹാദേവി, അല്ലമ്മ പ്രഭു. അപ്പോൾ ഇതൊക്കെ ആരാണ്? ഓതേഴ്സാണ്. ഇനി നെക്സ്റ്റ് വെർനാക്കുലർ ലാംഗ്വേജ് ആണ് തെലുങ്കിൻ്റെ എന്താ? ട്രാൻസ്ലേഷൻ ഓഫ് മഹാഭാരത ട്രാൻസ്ലേറ്റ് ചെയ്തത്. ദെൻ ഓതേഴ്സിൽ ആരൊക്കെ വരുന്നത്? നന്നയ്യ, തിക്കണ്ണ, യരപ്രഗഡ. ഓക്കെ, ഇനി നെക്സ്റ്റ് ബംഗാളിയാണ്. ബംഗാളി ഗീത ഗോവിന്ദ ജയദേവയാണ് ഓതർ. ഇനി ഹിന്ദി ലിറ്റററി വർക്ക് പദ്മവത്ത്, ദെൻ ഓതർ മാലിക് മുഹമ്മദ് ജയ്സി. ദെൻ മലയാളം ആരാ? ജ്ഞാനപന്ന, ദെൻ അധ്യാത്മ രാമായണം കിളിപ്പാട്ട്, മുഹിദ്ദീൻ മാല. അപ്പോൾ അതിൻ്റെ ഓതർ ആരൊക്കെയാണ്? പൂന്താനം, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, ദെൻ ഗാസി മുഹമ്മദ്. ഓക്കെ, അപ്പോൾ ഈ വെർനാക്കുലർ ലാംഗ്വേജസും ലിറ്റററി വർക്കും ഓതറും കൂട്ടുകാർ നോക്കിയിരിക്കുക, പഠിക്കുക. ദെൻ അടുത്തത് ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി സൂഫി ഐഡിയാസ് ആണ്. ഒരു വേർഡ് വെബൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു പദസൂര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വർ ദ ചേഞ്ചസ് ഹാപ്പൻ ഇൻ ദ സൊസൈറ്റി ആസ് എ റിസൾട്ട് ഓഫ് ഭക്തി സൂഫി മൂവ്മെൻറ്റ്. അപ്പോൾ ഭക്തി സൂഫി മൂവ്മെൻറ്റ് കൊണ്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായത്? അപ്പോൾ നമുക്ക് നോക്കാം. ആറ്റിറ്റ്യൂഡ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അതെന്തായത്? കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരെയുള്ള ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്തായി മാറി? ആറ്റിറ്റ്യൂഡ് ടു ക്വസ്റ്റ്യൻ ഇമ്പോസ്ഡ് കസ്റ്റംസ്. അതായത് അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം. ഓക്കെ, അപ്പോൾ ഇമ്പോസ്ഡ് കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങൾ. അപ്പോൾ അത്തരം ആചാരങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടായി. ദെൻ റിലീജിയൻസ് ടോളറൻസ്, അതായത് മതസഹിഷ്ണുത. ഇനി ബാക്കി 1, 2, 3, 4, 5 നമുക്ക് എഴുതണം. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. Emphasize on devotion, simple worship, rejection of caste system, focus on individual, mystical approach, use of music and art, emphasize on guru discipline relationship, focus on the ultimate reality. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് അവിടെ എഴുതി ചേർക്കാവുന്നതാണ്. The medieval Indian society was characterized by the severe hierarchical issues and social inequalities. അപ്പോൾ മധ്യകാല ഇന്ത്യയിൽ എന്താണ്? ഒരുപാട് ഹൈറാർക്കിയൽ ഇഷ്യൂസും അതുപോലെ തന്നെ സോഷ്യൽ ഇനീക്വാലിറ്റീസും എല്ലാം നിലനിന്നിരുന്നു. The political and social condition of that time were discussed in the previous chapter. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. In this context, Bhakti Sufi movement
movement have played a critical role in reducing conflicts, bringing people together and creating atmosphere of peace and harmony. അപ്പോൾ ഈ ഇനിക്വാളിറ്റീസും അതുപോലെ തന്നെ ഹൈറാർക്കിയൽ ഇഷ്യൂസൊക്കെ ഒന്ന് പരിഹരിക്കാനായിട്ട് ആർക്ക് സാധിച്ചിട്ടുണ്ട്? ഈ ഭക്തി സൂഫി മൂവ്മെൻറ്റ്സിന് സഹായിച്ചിട്ടുണ്ട്. ദെൻ മാത്രമല്ല മനുഷ്യരെയൊക്കെ ഒരുപോലെ കാണാനല്ല, ഇനിക്വാലിറ്റീസ് മാറ്റിയിട്ട് ഒരുപോലെ കാണാനും പീസും ഹാർമണി നിലനിർത്താനും ഒക്കെ ഈ ഭക്തി സൂഫി മൂവ്മെൻറ്റ്സിന് പറ്റിയിട്ടുണ്ട്. ദീസ് മൂവ്മെൻറ്റ്സ് വാസ് സക്സസ്ഫുൾ ഇൻ ബ്രിങ്ങിങ് ദ ഐഡിയ ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ് ടു ദ കോമൺ പീപ്പിൾ. അപ്പോൾ സാധാരണ ജനങ്ങളിലേക്ക് ഈ പല റിലീജിയൻസിൻ്റെ ഐഡിയാസ് കൊണ്ടുവരാനായിട്ടും ഭക്തി സൂഫി മൂവ്മെൻറ്റ്സിന് സാധിച്ചിട്ടുണ്ട്. ദ ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി ആൻഡ് സൂഫി ഹെൽപ്ഡ് പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് കാസ്റ്റ് ആൻഡ് റിലീജിയസ് ടു കോ എക്സിസ്റ്റ്. അപ്പോൾ പല ജാതിയിലും പല മതത്തിലുള്ള ആൾക്കാർക്ക് എക്സിസ്റ്റ് ചെയ്യാനായിട്ടും ഈ ഭക്തി സൂഫി ഐഡിയാസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദ hallmarks of modern Indian society, such as communal harmony, unity in diversity, fraternity, equality and pluralism, have evolved from the influence of Bhakti Sufi movements. അപ്പോൾ എന്താ, യൂണിറ്റിയും ഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ ഒരു കമ്മ്യൂണൽ ഹാർമണിയും ഫ്രറ്റേണിറ്റിയും ഒരു ഈക്വാലിറ്റിയും ഒക്കെ നിലനിർത്താനായിട്ട്, ഒക്കെ സമൂഹത്തിൽ നിലനിർത്താനായിട്ട് എല്ലാവരും ഒന്നാണ്, അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും എല്ലാത്തിനുമുള്ള ഒരു ഫ്രീഡം, ഇതൊക്കെ നിലനിർത്താനായിട്ട് ഭക്തി സൂഫി മൂവ്മെൻറ്റ്സ് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള നോട്ട്സും ലെറ്റസാസസും കാര്യങ്ങളും ഒക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.